നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 വട്ടം വന്നു. തൃശ്ശൂരിലൊരു റോഡ് ഷോ, പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം. അതിനുശേഷം ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണെങ്കിലും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. അതും തൃശ്ശൂരിന് ലക്ഷ്യമിട്ടുള്ള റാലിയായിരുന്നു. ഇപ്പോൾ ഈ മോദി ഫാക്ടർ ഒരുപക്ഷെ ഈ BJP അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് ചായാനിടയുള്ള വോട്ടുകളെ സുരേഷ് ഗോപിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കാം. പക്ഷേ മോദിയുടെ സന്ദർശനം ഒരുപക്ഷെ രാഷ്ട്രീയമായുള്ള വോട്ടുകളെ കുറെ കൂടെ കൺസോൾഡേറ്റ് ചെയ്യാൻ, സുരേഷ് ഗോപിക്ക് എതിരായിട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ അതിനുള്ളൊരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായിട്ടും അവർ ശരിയാണ്. കാരണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇരുതല മൂർച്ചയുള്ള സ്വഭാവമുണ്ട്. അതിന് ഈ പറഞ്ഞ ഒരു വശത്ത് ഒരു പോളറൈസേഷൻ ആകുമ്പോൾ, പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ധ്രുവീകരണമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്, സംഗതിയാണ്. അതിനൊപ്പം മറുവശത്തും അതൊരു എതിർഫലമുണ്ടാക്കുക. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും മോദി വിരുദ്ധ ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ശക്തമാക്കാൻ മോദി അനുഭാവം അല്ലെങ്കിൽ മോദിയോട് അനുകൂല സ്വഭാവം അല്ലെങ്കിൽ അനുകൂല വികാരമുള്ളവരിൽ അത് ശക്തിയാക്കാനും ഒക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ചെറിയ ഘടകമാണെങ്കിൽ അതിന് അതിൻ്റെതായ സംഭാവന ചെയ്യാൻ കഴിയും. പക്ഷേ താരതമ്യേന കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അനുഭാവമുണ്ട്. ആ മനസ്സുള്ളവർക്ക്, മോദിക്കെതിരായിട്ടുള്ള വികാരമുള്ളവർക്ക് അതുമുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ രൂക്ഷമാക്കാൻ ഉള്ളത് ഒരു ചെറിയ 1% എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെയായിരിക്കും അവിടെ പ്രകടമാകുന്നത്. ചെറിയ തോതിൽ ഇതെല്ലാം ഉണ്ടാവും, പക്ഷെ അതിനെ ഈ പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്യാൻ മറുവശത്ത് ഒരു ഘടകമുണ്ട് എന്നുള്ളത് സത്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ VS സുനിൽകുമാറിൻ്റെ ജനബന്ധത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രകടനത്തിന് ലഭിക്കാവുന്ന വെയിറ്റേജിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ ഇവിടെ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPM-നും പ്രതികൂല ഘടകങ്ങൾ ചെറുതല്ലാതെ ഉണ്ട്. ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, അതിൽ CPM പ്രാദേശിക നേതാക്കൾക്കുള്ള പങ്ക്, ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ടെന്നും കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ള ED-യുടെ ആരോപണം, അതിനെക്കുറിച്ചുള്ള അന്വേഷണം, ഇത് ഇടതുമുന്നണിയും VS സുനിൽകുമാറിനെയും എത്രത്തോളം പ്രതിരോധമാക്കും എന്ന ചോദ്യമുണ്ട്. പ്രചാരണം തുടങ്ങിയതിന് ശേഷമാണ് CPIM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇതൊക്കെ VS സുനിൽകുമാറിന്, കാരണം താഴെത്തട്ടിലുള്ള വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കാനിടയുള്ള വിഷയമാണ്. ഇത് സുനിൽകുമാറിനും ഇടതുമുന്നണിക്കും മുമ്പിലുണ്ടാക്കുന്ന വെല്ലുവിളി അത് എത്ര വലുതാണ്? തീർച്ചയായിട്ടും അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. സുനിൽകുമാറിന് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അനുകൂല ഘടകങ്ങളെ ഓഫ്സെറ്റ് ചെയ്യാനുള്ള, നേരത്തെ മോദിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ള ഇപ്പുറത്തെ ഇതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെല്ലുവിളി ഈ ബാങ്കിലുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ്. പക്ഷേ സുനിൽകുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതും, പിന്നെ പ്രധാനമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് എതിരായിട്ടാണ് അതൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും അതെല്ലാം തീർച്ചയായിട്ടും ഈ ഭരണത്തിനെതിരായിട്ടുള്ള പല ഘടകങ്ങളും ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ബാങ്ക് സമ്പത്ത് ചെലവ് എല്ലാം ഒരു പരിധി വരെ തീർച്ചയായിട്ടും അതിനെ പ്രതികൂലമായി ബാധിക്കും. പക്ഷേ സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിത്വം വാസ്തവത്തിൽ മറ്റാര് അവിടെ നിൽക്കുന്നതിൽ ഏറെ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ സഹായിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം സുനിൽകുമാർ അതുപോലെയുള്ള തട്ടിപ്പുകളിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിലൊന്നും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒന്നും അദ്ദേഹത്തിന്റെ പേരൊന്നും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ പുറത്ത് നിൽക്കാനും പൊതുവേ അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ CPI-യുടെ ഒരു സപ്പോർട്ടുള്ള സ്ഥലമാണെന്നല്ല പറയാം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ പ്രതികൂല ഘടകത്തെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.